ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് 100% വർക്കിംഗ് ആണെന്ന് എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഹോണസ്റ്റ്ലി ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് മറ്റൊന്നുമല്ല, നിങ്ങൾ നേരത്തെ കണ്ടായിരിക്കും, ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യുന്നതാണല്ലോ നിങ്ങൾ കണ്ടത്, ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഡിഫറൻസ് എൻ്റെ സ്കിന്നിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ, ഒരു മേക്കപ്പോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുകയാണ് ചെയ്തത് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡൾനെസ് ഒക്കെ നന്നായിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ മാറി കിട്ടിയായിട്ട് എനിക്ക് ഹോണസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലെൻസർ മറ്റൊന്നുമല്ല, സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ് കേട്ടോ. ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, സ്യൂട്ടബിൾ ഫോർ ഹും എന്നൊക്കെ നോക്കുകയാണെങ്കിൽ, അതായത് കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നുകാർക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എൻ്റെയൊക്കെ ഓൾമോസ്റ്റ് എന്താ പറയുക, ഓയിലി ആയിട്ടുള്ളൊരു സ്കിന്നാണ് കേട്ടോ. അതോടൊപ്പം തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നോർമലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയുക, മിക്ക പ്രൊഡക്ട്സും ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്താൽ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, തിരഞ്ഞു പിടിക്കേണ്ടത് തന്നെ വരും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ്. അപ്പോൾ അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർ നല്ലൊരു ക്ലെൻസർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലെൻസർ തന്നെയാണ് ഈ ഒരു സെറ്റപ്പിൻ്റെ ക്ലെൻസർ. അതോടൊപ്പം തന്നെ ഇതിൽ എസെൻഷ്യലായിട്ട് പറയുകയാണെങ്കിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, എസെൻഷ്യൽ വൈറ്റമിൻ B3 ആൻഡ് പ്രോ വൈറ്റമിൻ B5 അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്ലെൻസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നാച്ചുറലി ഉള്ളൊരു മോയ്സ്ചർ ലെവൽ ഉണ്ടല്ലോ, അതൊട്ടും തന്നെ ഡിസ്റ്റർബ് ആക്കില്ല കേട്ടോ. അത് എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ നിന്ന് കളയില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു മോയ്സ്ചറൈസിങ് ലെവലൊക്കെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കും. ഇപ്പോൾ എൻ്റെ സ്കിന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്, ആ ഒരു ഡൾനെസ് ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്തപ്പോഴാണെന്ന് നിങ്ങൾ വിചാരിക്കണം. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർ ഓയിലി സ്കിൻ എന്ന് പറഞ്ഞാലും ഇത് കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലെൻസർ കൂടിയാണ് കേട്ടോ. ഫോർ ഹും എന്ന് നോക്കുകയാണെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക്. ഈ ഒരു ക്ലെൻസറിൽ യൂസ് ചെയ്തപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് മിനിമൈസ് ചെയ്യും. എന്ത് മിനിമൈസ് ചെയ്യും നോക്കുകയാണെങ്കിൽ, നമ്മൾ പോഴ്സ് ഒക്കെ, അതായത് എൻലാർജ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യും. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് ക്ലോഗ് പോഴ്സ്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഓയിലി സ്കിൻ കോമ്പിനേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ആക്നി പ്രൂൺ സ്കിന്നുകാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലെൻസറിൻ്റെ ടൈപ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ പല വേരിയൻസ് ഉണ്ട്. അതായത് നോർമൽ സ്കിന്നുകാർക്കുണ്ട്, ഡ്രൈ സ്കിന്നുകാർക്കുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഓയിലി സ്കിന്നുകാരെയാണ്. സോ ഇത് നമുക്ക് കോമ്പിനേഷൻ ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പാക്ക് ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ ബിഗ് പ്രൊഡക്റ്റ് വാങ്ങിച്ച് പൈസ കളയാൻ മടിയുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ സാമ്പിൾ പാക്ക് വാങ്ങാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നോർമൽ അത്യാവശ്യം പർപ്പിളിലൊക്കെ എനിക്ക് തോന്നുന്നു സാമ്പിൾ പാക്ക് കിട്ടും. ഇത് ഞാൻ സ്മിറ്റനിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫൊക്കെ നോക്കുകയാണെങ്കിൽ അപ്രോക്സ് ഒരു 3 ഇയർ ഷെൽഫ് ലൈഫൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അടുത്ത കാര്യങ്ങൾ എങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ, ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ക്ലെൻസറൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിൻ്റെ കോഷൻ വൈസ് ഒക്കെ പറയുമ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ സേവ് ചെയ്യുക അല്ലെങ്കിൽ ഷെൽഫിൽ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ഇതിൻ്റെതാണെങ്കിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് 30°C ബിലോ ആണ് കേട്ടോ സ്റ്റോറേജ് ചെയ്യേണ്ടത്. അത് നിങ്ങളൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇത് എക്സ്റ്റേണൽ യൂസ് ഉള്ളി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഫേസ് വാഷ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ യൂസേജ് നോക്കുകയാണെങ്കിൽ 2 നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡെയിലി, അതായത് മോർണിംഗ് ആൻഡ് നൈറ്റ്. പിന്നെ ഓൾറെഡി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഫേസ് വാഷ് നല്ലതാണ്, പക്ഷേ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈവൻ നിങ്ങളുടെ സ്കിന്നിൽ ഒരു 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്തോളൂ. 2 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളൊരു ദിവസം ഒരു 4-5 പ്രാവശ്യമൊന്നും ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും പറയില്ല. ഇനി നമുക്ക് ഫേസ് വാഷിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഫേസ് വാഷിൻ്റെ ആപ്ലിക്കേഷൻ ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാമല്ലോ, മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ ഉടനെ സോപ്പൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. മാക്സിമം നമ്മുടെ ഫേസിൽ
നിങ്ങൾക്കറിയാം സോപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹാർഡാണ്. സോ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ച് ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സെറ്റഫിലിൻ്റെ ക്ലെൻസർ, അതായത് ഈ ഒരു ക്ലെൻസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ജെൻറ്റിലാണ് ആൻഡ് എഫക്റ്റീവായിട്ടൊരു ക്ലെൻസറാണ്. പിന്നെ സ്റ്റോറേജ് ചെയ്യേണ്ട കണ്ടീഷൻ ബിലോ 30°C ആണ്. അപ്പോൾ നമ്മുടെ ക്ലെൻസർ നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി കയ്യിലെടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഫേസ് കുറച്ചൊന്ന് വെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൈ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. നമ്മൾ ക്ലെൻസറൊക്കെ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ കൈ നല്ല ക്ലീൻ ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നീഡഡ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ഓവർ ചെയ്യുക, അപ്വേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ നമ്മുടെ ഫേസ് വാഷ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലെൻസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതായത് ഇത് വോണ്ട് ക്ലോഗ് പോഴ്സ്. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആക്നി പ്രൂൺ സ്കിന്നുകാർക്കൊക്കെ അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചർ ലെവൽ കീപ്പപ്പ് ചെയ്യും കേട്ടോ. അതൊരിക്കലും എന്താ പറയുക ഡിസ്റ്റർബ് ആക്കില്ല ഈ ഒരു ക്ലെൻസർ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് ഡ്രൈ ആക്കില്ല. അങ്ങനെ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നു. ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. സോ ഈ ഒരു ഓയിൽ ഭയങ്കരമായിട്ട് തങ്ങിക്കിടന്നിട്ടാണ് നമുക്ക് പിമ്പിൾസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാവുന്നത്. അപ്പോൾ നമ്മുടെ പോഴ്സിനുള്ളിൽ തങ്ങിക്കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ്, അതായത് എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പുറം തള്ളാൻ വേണ്ടി നമ്മൾ ഈ ഒരു ക്ലെൻസർ നന്നായിട്ട് സഹായിക്കും. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇതൊരു ജെൻറ്റിലായിട്ടുള്ളൊരു ക്ലെൻസറാണ്. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ ജസ്റ്റ് കളയുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ അതായത് ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. ചില ഫേസ് വാഷിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് നല്ലോണം ക്ലെൻസൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഫേസ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഓവർ ഡ്രൈയിങ് ആക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. സോ ആ ഒരു പേടി നിങ്ങൾക്ക് ഈ ഒരു ക്ലെൻസറിൻ്റെ കാര്യത്തിൽ വേണ്ട കേട്ടോ. കുറച്ച് പ്രൈസൊക്കെ ഹൈ ആണ്, പക്ഷേ നമുക്ക് അത്ര എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചാൽ വേർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി ഇവരുടെ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ. അപ്പോൾ ക്ലെൻസർ ഞാൻ ജസ്റ്റ് അതായത് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റുമോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ഈ ഒരു ചെറിയൊരു പാക്ക് തന്നെ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അതായത് നിങ്ങളുടെ സ്കിൻ ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ ഇനി അഥവാ സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെറ്റഫിൽ ക്ലെൻസറിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.